ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു നൈഫ് സെറ്റാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ഇത് റെൻബർഗിൻ്റെ നൈഫ് സെറ്റാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ ഈ നൈഫ് സെറ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് പ്രോഡക്റ്റ് വന്നിട്ടുള്ളത്. ഒരു വുഡൻ ഹോൾഡർ ഉണ്ട്, പിന്നെ 4 നൈഫ്സ് ഉണ്ട്, ഒരു സിസറും ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ നല്ല സെക്യൂർഡ് ആയിട്ടാണ് നമുക്ക് നൈഫ്സ് ഒക്കെ തന്നിരിക്കുന്നത്. നല്ല ഷാർപ്പാണ് കേട്ടോ. എല്ലാ നൈഫും നന്നായിട്ട് സെക്യൂറായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ നൈഫും ഓരോ ഷേപ്പാണ്, ഓരോ സൈസാണ്. അപ്പോൾ ഇതിൻ്റെ യൂസ് ഓരോന്നിനും ഓരോ യൂസാണ്. അത് നമുക്ക് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ വുഡൻ ഹോൾഡർ ഉണ്ടല്ലോ, ഇത് അത്യാവശ്യം നല്ലൊരു ഹോൾഡർ തന്നെയാണ്. നമുക്കിതിൽ എല്ലാ നൈഫ്സും ഇതിൽ അടുക്കി വയ്ക്കാം. സിസർ വയ്ക്കാൻ സ്പേസ് ഉണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ നൈഫ്സ് യൂസ് ചെയ്ത് കട്ട് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതിനു മുമ്പ് ഞാൻ ഈ നൈഫ്സ് എല്ലാം ഒന്ന് വാഷ് ചെയ്തുകൊണ്ട് വരട്ടെ. ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളിതൊന്ന് വാഷ് ചെയ്ത് ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പം ഞാൻ എല്ലാം വാഷ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ ബോണിങ് നൈഫ് യൂസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ 4 ടൈപ്പ് നൈഫാണ് വന്നിട്ടുള്ളത്. ബോണിങ് നൈഫ്, പാറിങ് നൈഫ്, യൂട്ടിലിറ്റി നൈഫ്, സ്റ്റേക്ക് നൈഫ്. അങ്ങനെ 4 ടൈപ്പ് നൈഫുണ്ട്. അപ്പോൾ നമുക്ക് 4 നൈഫ് വെച്ച് കട്ട് ചെയ്ത് നോക്കാം. അടുത്തതായിട്ട് ഞാൻ യൂട്ടിലിറ്റി നൈഫ് വെച്ചിട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നല്ല രീതിയിൽ കട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമുക്കിനി അടുത്ത ടൈപ്പ് നോക്കാം. അടുത്ത് നമുക്ക് സ്റ്റേക്ക് നൈഫ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് നോക്കാം. സ്റ്റേക്ക് നൈഫ് യൂസ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തു. കുഴപ്പമില്ലാതെ കട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എല്ലാ നൈഫും നല്ല ഷാർപ്പാണ് കേട്ടോ. അടുത്തതായിട്ട് പാറിങ് നൈഫ് യൂസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. പാറിങ് നൈഫ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് കട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്.
ഞാനൊരു ചേനയുടെ പീസ് കട്ട് ചെയ്ത് കാണിക്കാം. അത്യാവശ്യം കട്ടിയുള്ളൊരു പീസാണ്. എല്ലാ നൈഫ് വെച്ചിട്ടും കട്ട് ചെയ്ത് കാണിക്കാം. ആദ്യം യൂട്ടിലിറ്റി നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്യാം. കണ്ടില്ലേ, നന്നായിട്ട് കട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ യൂട്ടിലിറ്റി നൈഫ് നമുക്ക് ഇതുപോലെ നല്ല രീതിയിൽ കട്ടിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അടുത്തതായിട്ട് ഞാൻ ബോണിംഗ് നൈഫ് യൂസ് ചെയ്താണ് കട്ട് ചെയ്ത് കാണിക്കുന്നത്. ബോണിംഗ് നൈഫ് ശരിക്കും നമ്മൾ ഈ ചിക്കൻ മീറ്റൊക്കെ കട്ട് ചെയ്യാനാണ് കൂടുതൽ ബെറ്റർ. ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. നമുക്ക് സ്റ്റേക്ക് നൈഫ് യൂസ് ചെയ്ത് നോക്കാം. ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആയിട്ടൊക്കെ കട്ട് ചെയ്യാനായിട്ട് സ്റ്റേക്ക് നൈഫ് നല്ല യൂസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത് നമ്മുടെ പാരങ് നൈഫ് യൂസ് ചെയ്തിട്ട്. പാരങ് നൈഫ് നമുക്ക് നല്ല യൂസ് വരും കേട്ടോ. നല്ലൊരു നൈഫാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമുക്ക് നല്ലൊരു ഗ്രിപ്പ് കിട്ടും ഈ പാരങ് നൈഫ് യൂസ് ചെയ്യുമ്പോൾ. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഓരോരോ നൈഫായിട്ട് എടുത്ത് നമുക്ക് പറയാം എന്തൊക്കെയാണ് അതിൻ്റെ യൂസസ് എന്ന്. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്ന നൈഫാണ് ബോണിംഗ് നൈഫ്. അപ്പോൾ ഈ ബോണിംഗ് നൈഫിൻ്റെ ലെങ്ത് വന്നിട്ട് 13.5 സെൻറ്റിമീറ്റേഴ്സ് ആണ്. ഓക്കെ, ഈ നൈഫ് നമുക്ക് കൂടുതലും യൂസ് വരിക ചിക്കൻ, മീറ്റ്, ഫിഷ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കട്ട് ചെയ്യുമ്പോഴായിരിക്കും. ഈ നൈഫിൻ്റെ ടിപ്പ് നോക്കിയാൽ അറിയാം, നല്ല തിന്നായിട്ടുള്ള ടിപ്പാണ്, നല്ല ഷാർപ്പാണ്. ഇത് നമുക്ക് ചിക്കൻ, മീറ്റ് ഇതിൽ നിന്ന് ബോൺസിനെയൊക്കെ റിമൂവ് ചെയ്യാനായിട്ടായിരിക്കും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഈ ബോണിംഗ് നൈഫിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് യൂട്ടിലിറ്റി നൈഫാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് 12 സെൻറ്റിമീറ്റർ ലെങ്താണ് ഈ നൈഫിന്. അപ്പോൾ ഈ യൂട്ടിലിറ്റി നൈഫ് എന്ന് പറയുമ്പോൾ ആ പേര് കേൾക്കുന്ന പോലെ തന്നെ ഒരുപാട് മിക്ക യൂസിനും നമുക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു നൈഫാണ് യൂട്ടിലിറ്റി നൈഫ്. അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്ന നൈഫാണ് സ്റ്റീക്ക് നൈഫ്. ഇത് 11 സെൻറ്റിമീറ്റർ ലെങ്താണ്. സ്റ്റീക്ക് നൈഫ് വന്നിട്ട് നമുക്ക് തിക്ക് മീറ്റ്, ഫിഷ് അതൊക്കെ കട്ട് ചെയ്യാനായിട്ടാണ് ഈ സ്റ്റീക്ക് നൈഫ് യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് വെജിറ്റബിൾസ് കട്ട് ചെയ്യാനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ കട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്ന നൈഫാണ് പാരങ് നൈഫ്. ഈ പാരങ് നൈഫ് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു നൈഫാണ്. ഇപ്പോൾ ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായ ഒരു നൈഫാണിത്. അതുകൊണ്ട് ഒരുപാട് യൂസസ് ഉണ്ട്. നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നല്ല ഈസി ആയിട്ട് ഫാസ്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഈ പാരങ് നൈഫ് ഹെൽപ്പ് ചെയ്യും. ഇതിൻ്റെ ലെങ്ത് വന്നിട്ട് 7.5 സെൻറ്റിമീറ്റർ ആണ്. നൈഫ് കണ്ടില്ലേ, ഇത് നല്ല ചെറുതാണ്, പക്ഷെ നമുക്ക് നല്ല ഗ്രിപ്പ് കിട്ടും ഈ നൈഫ് യൂസ് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ. ചെറിയ ചെറിയ ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും നമുക്കതിനെ പീൽ ചെയ്യാനായാലും കട്ട് ചെയ്യാനായാലും ചെറിയ ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ നൈഫ് നല്ല യൂസാണ്.
ഇതിപ്പോൾ ഞാനൊരു ചെമ്പ് മുട്ടയാണ് കേട്ടോ എടുത്തുകൊണ്ട് വന്നേക്കുന്നത്. ജസ്റ്റ് ഒന്ന് പീൽ ചെയ്ത് കാണിക്കാമെന്ന് വെച്ചിട്ട്. ഈ പാരഗ് നൈഫ് യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ നല്ല ഫാസ്റ്റായിട്ട് നമുക്ക് പീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. യൂട്ടിലിറ്റി നൈഫ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം. ബട്ട് ബോണിങ് നൈഫും നമ്മുടെ സ്റ്റീക്ക് നൈഫും യൂസ് ചെയ്തിട്ട് നമുക്ക് അത്ര ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അതിൻ്റെ യൂസ് വേറെ ആണല്ലോ. അപ്പോൾ മെയിനായിട്ടും ഈ പാരഗ് നൈഫും യൂട്ടിലിറ്റി നൈഫും യൂസ് ചെയ്ത് നമുക്ക് വെജിറ്റബിൾസിൻ്റെ പീലിങ് കട്ടിങ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ബോണിങ് നൈഫ് കൂടെ വെച്ചിട്ട് ഇത് ഒന്ന് പീൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഡിഫറൻസ്. ഇതിട്ട് നമുക്ക് അത്ര നന്നായിട്ട് പീലിങ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിൻ്റെ ആ ഒരു ഡിസൈൻ അങ്ങനെയാണ്. ശരിക്കും ആ ഒരു ബോൺസിനെയൊക്കെ റിമൂവ് ചെയ്യാൻ ആ ഒരു രീതിയിലാണ് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. ഞാൻ വീണ്ടും പാരഗ് നൈഫ് തന്നെ എടുത്തിട്ടുണ്ട് പീലിങ്ങിന്. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിളായിട്ട് തോന്നിയത് ഈ പാരഗ് നൈഫാണ്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ പീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ നൈഫ് യൂസ് ചെയ്തിട്ട്. അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ കൂടെ കിട്ടിയൊരു സിസറാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു സിസർ തന്നെയാണ്. ഇതുകൊണ്ട് എന്തായാലും കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഇതിനായിട്ടൊരു ഫുൾ ന്യൂസ് പേപ്പർ തന്നെയാണ് എടുത്തേക്കുന്നത്. അതിനെ രണ്ടായിട്ട് മടക്കി വെച്ചേക്കുവാണ്. എന്നിട്ട് അതിനെയാണ് കട്ട് ചെയ്യുന്നത്. നല്ലതുപോലെ അത് കട്ടായി വരികയും ചെയ്തു. കണ്ടില്ലേ? ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. നല്ല രീതിയിൽ കട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ നല്ലൊരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്ന നൈഫ് ആയാലും സിസർ ആയാലും വുഡൻ ഹോൾഡർ ആയാലും എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.